തൃശ്ശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ പൂരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കളിയുമില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേളം കലോത്സവ വേദിയിൽ അരങ്ങേറും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്തമായാണ് മേളം നടക്കുക. ഇപ്പോൾ പാറമേക്കാവിൻ്റെ സെക്രട്ടറി രാജേഷ് നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇത്തരം ഒരു ആശയത്തിൻ്റെ പുറകിൽ? നമുക്കറിയാം, ഏറ്റവും വലിയൊരു ഉത്സവമാണ് യുവജനോത്സവം. ആ യുവജനോത്സവത്തിലെ കുട്ടികൾ വരുമ്പോൾ തൃശ്ശൂർ എന്താണെന്ന് അറിയാനും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ട് ഇരു ദേവസ്വങ്ങളും കൂടി ഒരുമിച്ച് പാണ്ടിമേളം ഇവിടെ ഓപ്പണിംഗ് ഡേയിൽ ആ വേദിയിൽ ഒരുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണിമാരായ കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിലാണ് അരങ്ങേറുന്നത്. അതിനൊപ്പം തന്നെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തിരുവമ്പാടിയുടെ പ്രമാണിയായ ചെറുശ്ശേരി കുട്ടന്മാരും കൂടാതെ ഏഷ്യാഡ് ശശി, കീഴൂട്ട് നന്ദൻ എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ഈ കുട്ടികൾക്കായിട്ട് ഒരുക്കുന്ന ഒരു തന്നെയാണ് നമ്മുടെ ഇലഞ്ഞിത്തറ മേളം. എന്താണോ അതും ആളുകൾക്കാണ് അതിൻ്റെ ഒരു ഫീല് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടാവും. അതിനുവേണ്ടി തന്നെയാണ് ഇരു ദേവസ്വങ്ങളും കൂടിയിട്ട് ഇത് തയ്യാറാക്കുന്നത്. സത്യത്തിൽ ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നപ്പോഴും ഇതുപോലെ തന്നെ ഒരു പൂരം നമ്മളോട് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാറമേക്കാവിൻ്റെ മുമ്പിൽ നിന്നത് ഇത് നമ്മുടെ ഒരു തൃശ്ശൂരിൻ്റെ ഒരു കൾച്ചർ, നമ്മുടെ സംസ്കാരം പൊതു ലോകത്തിന് കാണിച്ചു കൊടുക്കുക കൂടിയല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മളെ കിഴക്കേ ഗോപുരത്തിൻ്റെ വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരനടയിലെ മുന്നിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 101 കലാകാരന്മാർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും മേളപ്രമാണിമാർ നയിക്കുന്ന വലിയൊരു മേളമാണ്. അത്രയും ഗംഭീരമായിട്ടാണ് നമ്മളത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനു പുറമെ 64 കൊടകൾ, മുത്തുക്കൊടകൾ പിടിച്ചുകൊണ്ട് 64ാമത്തെ നമ്മുടെ കലോത്സവ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു ആദ്യ ചടങ്ങായിട്ടാണ് ഈ മേളം നടക്കുന്നത്. ഒരു സംശയം വേണ്ട, നിങ്ങൾ ഈ വരുന്ന 14-ാം തീയതി രാവിലെ 9 മണിക്ക് പ്രധാന വേദിക്ക് മുന്നിൽ വന്നാൽ ഒരു പാണ്ടിമേളത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച കാണാം. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മിനിയേച്ചർ തൃശ്ശൂർ പൂരം നമുക്ക് കാണാനാകും. ഏവരെയും ഈ പൂരനഗരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. അതോടൊപ്പം തന്നെ വലിയ കാഴ്ചയുടെ ഒരു പൂരത്തിലേക്ക് കൂടി സ്വാഗതം ചെയ്യപ്പെടുകയാണ് ഈ 14-ാം തീയതി. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.